അപ്പോൾ ഇന്നൊരു ബ്രൈഡൽ വ്ളോഗാണ് നിങ്ങൾ കാണാനായിട്ട് പോകുന്നത്. രാവിലെ ഒരു 4 മണിയായപ്പോൾ ഞാൻ എണീറ്റ് റെഡിയായി. അപ്പോൾ ഇന്ന് കുറച്ച് കൂടുതൽ വർക്കാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ, ഗോപിക, സാന്ദ്ര, സിയോ നമ്മളെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് പോകുന്നത്. അങ്ങനെ എല്ലാവരും കൂടെ കറക്റ്റ് സമയത്ത് ഓഡിറ്റോറിയത്തിലോട്ട് റീച്ച് ആയി. നമ്മൾ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് മേക്കപ്പ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ബ്രൈഡും ബ്രൈഡിൻ്റെ സിസ്റ്റേഴ്സും എല്ലാവരും കൂടെ വന്നിട്ടുണ്ടായിരുന്നത്. ബ്രൈഡിൻ്റെ മാത്രമല്ല, ബ്രൈഡിൻ്റെ മദർ ഇൻ ലോ, പിന്നെ ബ്രൈഡിൻ്റെ സിസ്റ്റേഴ്സ്, അമ്മ എല്ലാവരും നമുക്ക് ഒരുക്കണമായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും പേരും കൂടെ ചേർന്നിട്ട് പോയത്. അപ്പോൾ ആദ്യം തന്നെ എല്ലാവരും കൂടെ ഹെയർ ഒക്കെ പ്രിപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ഈ സാരി എല്ലാം കൂടെ ഒന്ന് ഡ്രേപ്പ് ചെയ്ത് വെച്ചു. ആദ്യം നമ്മൾ മേക്കപ്പ് ചെയ്യാനായിട്ട് പോകുന്നത് ബ്രൈഡിൻ്റെ മദർ ഇൻ ലോ ആണ്. അപ്പം ചന്ദ്ര ആൻറ്റിയാണ് നമ്മളെ ബുക്ക് ചെയ്തിട്ടുള്ളത് കല്യാണത്തിനൊക്കെ. അപ്പോൾ ആദ്യം ആൻറ്റിക്ക് ഒരു നല്ല അടിപൊളി മേക്കപ്പ് കൊടുത്തതിന് മുന്നേ ഞാൻ ആൻറ്റീനെ കുറേ പ്രാവശ്യം മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബ്രൈഡിനെ മേക്കപ്പ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ബ്രൈഡിനെ മേക്കപ്പ് ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ സാന്ദ്രയും കൂടെ ഗസ്റ്റ് മേക്കപ്പ് എല്ലാം ചെയ്ത് തീർത്തു. ബ്രൈഡിന്റെ അമ്മയ്ക്ക് ഫുൾ മേക്കപ്പും ഹെയർ എല്ലാം ചെയ്തത് സിയോ ആണ് കേട്ടോ. ഇത് ബ്രൈഡിന്റെ സിസ്റ്ററാണ്. ബ്രൈഡിന്റെ സിസ്റ്ററിന് ഫുൾ മേക്കപ്പ് ചെയ്തതും ഹെയറും എല്ലാം ചെയ്തത് സാന്ദ്രയാണ്. അത് മാത്രമല്ല ഈ ഒരു ഹെയർ സ്റ്റൈലും സാന്ദ്രയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴത്തേ നമ്മുടെ മേക്കപ്പും ഹെയറും എല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഹെയർ നല്ല രസം ഉണ്ടായിരുന്നു, എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഓരോ ഓർണമെന്റ്സ് ആയിട്ട് സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ ഓൾറെഡി ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെയാണ് വേണ്ടതെന്നുള്ള കാര്യം. അതനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഓർണമെന്റ് സെറ്റിംഗ് ഒക്കെ. പിന്നെ ബ്രൈഡിനെ നിർത്തി കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് ഒട്ടും ലൈറ്റിംഗ് ഇല്ലായിരുന്നു കേട്ടോ റൂമിലോട്ട്. ഭയങ്കര ഡള്ളായിട്ടാണ് തോന്നിക്കൊണ്ടിരുന്നത്. ഒട്ടും ലൈറ്റിങ്ങും കാര്യങ്ങളൊന്നും പ്രോപ്പർ ആയതില്ല. നമ്മൾ റിംഗ് ലൈറ്റ് വെച്ചിട്ട് പോലും കറക്റ്റായിട്ടൊന്നും കിട്ടിയില്ല. കുറച്ച് ഫോട്ടോസേ കിട്ടിയുള്ളൂ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് സാരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഉടനെ തന്നെ അത് ചേഞ്ച് ചെയ്തു. ഈ ഒരു ബ്ലൗസിൻ്റെ വർക്ക് നേരിട്ട് കാണാൻ അടിപൊളിയായിരുന്നു. ഭയങ്കര രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ കുറച്ച് ടച്ചപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ ആ ഗ്യാപ്പിൽ നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ അതൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു സാരി ഉണ്ടായിരുന്നു. ഇത് മടിസാർ സാരിയാണ്. ഈ ഒരു സാരിയിലാണ് ബ്രൈഡ് താലി കെട്ടാനായിട്ട് പോകുന്നത്. അങ്ങനെ ആ റൂമിൽ നിന്ന് എല്ലാവരും ഇപ്പം ഞാനും ഗോപിയുടെ റെസ്റ്റ് എടുക്കാൻ കേട്ടോ. ഗോപിക ഇവിടെ കിടന്ന് ഉറങ്ങണത് നല്ല രസമുണ്ടായിരുന്നു ഗോപിയെ കാണാനായിട്ട്. അപ്പം തന്നെ ഞാൻ വീഡിയോ എടുത്ത് ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ആയിട്ട് ഇട്ടു. അതിനെനിക്ക് കുറേ കിട്ടി ഗോപികയുടെ കയ്യിൽ നിന്ന്. പിന്നെ വീണ്ടും ഒരു സാരി ചേഞ്ചിങ് ഉണ്ടായിരുന്നു. എൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം നമ്മൾ ഭയങ്കരമായിട്ട് ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു ഈ സമയം കൊണ്ട് തന്നെ. പിന്നെ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത്. പിന്നെ ഫുഡ് കഴിച്ചിട്ടും കുറേ സാരി ചേഞ്ചിങ് ഒക്കെ ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 2 സാരി ചേഞ്ചിങ് ഉണ്ടായിരുന്നു. അതിൻ്റെയും വീഡിയോസ് ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. അങ്ങനെ രാവിലെ 3 മണിക്ക് എണീറ്റ് ഞാൻ ഉച്ചയ്ക്ക് 3 മണിക്കാണ് വീട്ടിലോട്ട് പോകുന്നത്.